നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാസമിറോ ടു ഇന്റർ മയാമി. ഇത് വെറും ഒരു റൂമർ എന്ന തലത്തിൽ നിന്നും മുന്നോട്ട് പോവുകയാണ്. മയാമിയിൽ അദ്ദേഹം സന്ദർശനം നടത്തി ക്ലബിൻ്റെ അധികൃതരുമായിട്ട് സംസാരിച്ചു എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഡിയാരിയോ AS. ശ്രദ്ധിക്കേണ്ട കാര്യം, കാസമിറോ ഈ സീസൺ കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുകയാണ്. അത് അദ്ദേഹം ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്റർ മയാമി ആവട്ടെ, ഈ സീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇയർ വൈസാണ്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആദ്യ കളിയിൽ അത്ര മികവ് കാണിച്ചില്ല. മധ്യനിരയിൽ അവർക്ക് കാസമിറോയെ പോലുള്ള ഒരു താരത്തെ ആവശ്യമാണ്. സെർജിയോ ബുസ്കറ്റ്സിന് പകരം മധ്യനിരയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു താരത്തെ അവർക്ക് ആവശ്യമുണ്ട്. കാസമിറോ അതിന് ബെസ്റ്റ് ഫിറ്റാണ് എന്ന് ഡേവിഡ് ബെക്കാം വിശ്വസിക്കുന്നു എന്നുകൂടി ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഡിയാരിയോ ASൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് റീസെൻ്റ്ലി ഫ്ലോറിഡയിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു കാസമിറോ. 34-കാരനായിട്ടുള്ള താരം തൻ്റെ കരിയറിൻ്റെ അടുത്ത സ്റ്റെപ്പ് US-ലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർ മയാമിയുടെ ഓണർ ഡേവിഡ് ബെക്കാം ഓൾറെഡി കാസമിറോയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു പ്രയോറിറ്റി ടാർഗറ്റായിട്ട്. സെർജിയോ ബുസ്കറ്റ്സിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് മികച്ച ഒരു താരത്തെ ആവശ്യമുണ്ട്. ദി ക്ലബ് ഈസ് സീക്കിംഗ് ആൻ എക്സ്പീരിയൻസ്ഡ് ലീഡർ കേപ്പബിൾ ഓഫ് ഡിക്റ്റേറ്റിംഗ് പ്ലേ ഫ്രം ഡീപ്പ്. അപ്പോൾ അതിന് പെർഫെക്റ്റ്ലി ഫിറ്റായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് കാസമിറോയുടേത്. അതുകൊണ്ട് കാസമിറോയെ ടീമിലേക്ക് എത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ താരമാണെങ്കിൽ മയാമി വിസിറ്റ് ചെയ്തു വിത്ത് ഹിസ് ഫാമിലി. അതോടൊപ്പം തന്നെ MLS മാനേജ്മെൻറ്റിന് MLS സൈഡ് ഇന്റർ മയാമിയുടെ മാനേജ്മെൻറ്റിന് അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു, അവരോട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഡിയാരിയോ ASൻ്റെ റിപ്പോർട്ട്. അതോടൊപ്പം ഇന്റർ മയാമി മാത്രമല്ല, MLS-ലെ മറ്റ് ക്ലബ്ബുകൾക്കും താരത്തിൽ താല്പര്യമുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. വരുന്ന ജൂൺ മാസത്തോടു കൂടി അദ്ദേഹത്തിന് യുണൈറ്റഡുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. അദ്ദേഹം അവിടെ വിട്ടു പോവുകയാണ്. പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ വേൾഡ് കപ്പാണ്. ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കാർലോ അഞ്ചലോട്ടി കാസമിറോയെ ഉൾപ്പെടുത്തും. അദ്ദേഹം US-ലും കാനഡയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന ആ വേൾഡ് കപ്പും കളിക്കും. അതിനുശേഷം ഒരു പക്ഷേ ലിയോ മെസ്സിക്കൊപ്പം ഇന്റർ മയാമിയുടെ മധ്യനിരയുടെ കരുത്തായിട്ട് കാസമിറോയെ നമുക്ക് കാണാൻ പറ്റിയേക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.